നമ്പ്യാർ സാറേ, സാറേ ഒന്ന് കള്ള പാസ്പോർട്ട് കിട്ടിയില്ല. ദുബായി പോയാൽ മതിയോ? എവിടെയായാലും പാസ്പോർട്ട് വേണ്ടേ? വേണ്ട, അങ്ങനെ ഒരു സംവിധാനം ഒത്തുവന്നിട്ടുണ്ട്. ചരക്കും കയറ്റി പോകുന്ന ഉരുവിലെ നിങ്ങളെ ദുബായിലെത്തിക്കും. ഉരുവില? ആ, ഇക്കാലത്ത് സംശയിക്കേണ്ടെന്നേ. ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളെ കള്ളലോഞ്ചിൽ കയറ്റി വിട്ടിട്ട് രക്ഷപ്പെടുത്തിയിട്ടുള്ള ആളാ. അതാരാപ്പ അത്? ഇതാ ഞാൻ പറഞ്ഞ ആള്. ഇപ്രായത്തിലും ഗൾഫിൽ കിടക്കാനുള്ള പൂതി വിട്ടിട്ടില്ലല്ലേ കൊച്ചു കള്ള. എന്റെ മകന്റെ കല്യാണം അടുത്ത ആഴ്ച ഷാർജ വെച്ച് നടക്കുക. മദാമേ പെട്ടെന്ന് പാസ്പോർട്ടൊന്നും കിട്ടിയില്ല. അല്ല, ജോലിക്കൊന്നുമല്ല. അപ്പൊ ഞങ്ങൾ ഇപ്പം വന്നത് നിങ്ങളെ ഭാഗ്യം. ഇത് കാലിഫോർണിയയിലേക്ക് ചരക്കും കയറ്റി പോണ ഉരുവാണ്. എവിടേക്ക്? കാലിഫോർണിയയിലേക്ക്. പിന്നെ നിങ്ങൾക്കും വേണ്ടി നമ്മളിത് ദുബായ് കടപ്പുറം പോയി തിരിക്കാം. നീന്തറിയോ? എന്തിനാ നീന്താൻ? കരയിലേക്ക് ഉരു അങ്ങനെ അടുപ്പിക്കാൻ പറ്റൂല്ലോ, അതുകൊണ്ട് ഇത്തിരി നീന്തേണ്ടി വരും. നീന്താം, പക്ഷെ ദുബായ് പോലീസിന്റെ കണ്ണിലോ മറ്റേ പെട്ടാൽ? അതിന് നിങ്ങൾ പോലീസിന്റെ മൂക്കിന്റെ അകത്തെ കല്ലല്ലേ കയറി ചെല്ലണേ. പ്രായമായ ആളല്ലേ, മൂപ്പർക്ക് ധൈര്യം കുറച്ച് കുറവാ. അതിന് നമ്മളില്ല ഇവിടെ. നിങ്ങളൊരൊറ്റ കാര്യം ചെയ്താൽ മതി. ഒരു അറബി ഡ്രസ്സ് കരുതിക്കോളി. കര വച്ച ഉടനെ അതിട്ട് അങ്ങോട്ട് നടക്കുക. പിന്നെ അത്യാവശ്യം അല്ലറ ചില്ലറ അറബി വാക്കുകൾ ഞാൻ അപ്പൊ പഠിപ്പിച്ചു തരാം. അപ്പൊ പിന്നെ പ്രശ്നമില്ല. അറബികളെ അറബി പോലീസ് പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും അറബി ഭാഷയൊക്കെ പെട്ടെന്ന് അങ്ങനെ ഒന്നുമില്ലാന്ന് ഇപ്പൊ പഠിപ്പിച്ചു തരാം. അസ്സലാമു അലൈക്കും പറഞ്ഞാട്ടെ. അസല് അസ്സലാമു അസ്സലാമു അലൈക്കും. അലൈക്കും. അസ്സലാമു അലൈക്കും. സലാമു അലൈക്കും. വ അലൈക്കും മുസലാം. വ വാ അലൈക്കും മുസലാം. അലൈക്കും മുസലാം. മതി മതിന്ന് ശരിയും മതി. അപ്പം അറബിക്കുപ്പായും പൈസ ആയിട്ട് വെള്ളിയാഴ്ച രാത്രി ഇങ്ങോട്ട് പോരണം. ഈ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. എത്രയോ പ്രാവശ്യം ഞാൻ ഈ ബുൾഫിഞ്ചിന്റെ സ്വരം കേട്ടിട്ടുണ്ട്. അങ്ങ് അകലെ ഒരു വിദൂര സ്വപ്നം പോലെ അവയുടെ ചിറകിന്റെ വർണ്ണം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതെല്ലാം വെള്ളിയാഴ്ചകൾ മാത്രമായിരുന്നെന്ന് ഇപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചെടുത്തത്. അപ്പോ മറ്റു ദിവസങ്ങളിൽ അവ ഏതോ അജ്ഞാത പ്രദേശങ്ങളിൽ അലയുന്നുണ്ടാവണം. ഉണ്ടാവണം. ഈ വെള്ളിയാഴ്ച രാത്രി നമ്മൾ എല്ലാ സന്നാഹങ്ങളോടും കൂടി പുറപ്പെടും. അയലൻഡിൽ ചെല്ലും, ബുൾഫിഞ്ചിനെ കണ്ടെത്തും. ഒരു പുറംകടലിൽ വെയിറ്റ് ചെയ്യാൻ പൈസ മുഴുവൻ കൊണ്ടുവന്നില്ലേ? കൊണ്ടുണ്ട്, 20,000 തികച്ചുണ്ട്. ആ കെട്ടിങ്ങോട്ട് എടുത്തോളി. ആളാകെ മാറിപ്പോയല്ലോ. ഇതെന്തിനാണ് വായ അറബിക്കുപ്പായപ്പോ തന്നെ വലിച്ചു കയറ്റിക്കുന്നത്? അത് ഒരു പ്രാക്ടീസ് കിട്ടിക്കോട്ടെ വിചാരിച്ച. ഇത് പോരെ? പോരെന്നോ? മോസുദിയാന്ന് വിചാരിക്കരുത്. അസൽ അറബി. ഒന്നും വിചാരിക്കരുത്. നിങ്ങളെ നമുക്ക് വിശ്വാസലേറ്റല്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു പാർട്ടിനെ ഫുൾ എമൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കയറ്റി എണ്ണി നോക്കുമ്പോ 2,000 ഉറുപ്പ്യ കുറവ്. വെറുതെ നടുക്കടലിൽ വെച്ച് ഒരു കച്ചറ വേണ്ടല്ലോ ചിറ്റാണ് ഇത്. ഞാൻ എണ്ണു. എനിക്കോ? ആ, ബോട്ട് എത്തിക്കഴിഞ്ഞു. അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഐലൻഡ് പിടിക്കാം. ബുൾഫിഞ്ചിന്റെ വിഹാര സമയം അടുക്കുന്നതേ ഉള്ളൂ. ഓ, അന്ന് കഞ്ചാവ് ലോറിയിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ ഇന്നവനെ ഞാൻ വെറുതെ വിടില്ല. കൂടെ ഉള്ളവനെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഏതോ വിദേശ കള്ളക്കടത്തുകാരനായിരിക്കാം. ഒരു വെടിക്ക് 2 പക്ഷി. തെളിവുകളോടെ പിടികൂടിയാൽ പിന്നെ ബ്ലഡിന്റെ ആവശ്യം വരുമോ? നിനക്ക് എത്ര കുപ്പി ബ്ലഡ് വേണം? കസ്റ്റഡിയിൽ വെച്ച് ഇഷ്ടം പോലെ എടുക്കാമല്ലോ. ഓഹോ, പുറം കടലിലേക്കാണല്ലേ വിജയ?
ചിലപ്പോൾ നമുക്കൊരു ബോട്ട് ചേസ് വേണ്ടി വരും. അതിന് നമുക്ക് ബോട്ട് എവിടെ? ബോട്ട് ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ലേ? ആര്, ഞാനോ? അതാ ഒരു ബോട്ട്. ഹലോ, ഒന്നിക്കണേ. ഗഫൂർക്ക, ഞങ്ങളെ ദുബായിൽ ഇറക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച ദുഷ്ട. ദുബായ് കടപ്പുറാണെന്നും പറഞ്ഞു നീ ഞങ്ങളെ മദ്രാശിയിലെ മറീന ബീച്ചിൽ ഇറക്കി വിട്ടു അല്ലടാ? പൊന്നു മക്കളെ, ഞാനും വിചാരിച്ച ദുബായിയാന്ന്, അല്ലാതെ മനഃപൂർവ്വം ചെയ്തതല്ല. കൊല്ലണ്ട കൊല്ലണ്ട. എന്തായാലും മദ്രാശി നമ്മളെ തെണ്ടിച്ചില്ല. ഒരു കണക്കിന് ഗഫൂർക്ക നമ്മുടെ ഭാഗ്യ നക്ഷത്രമാണ്. അതെ, നിലയും വിലയുള്ള രണ്ട് സിഐഡികളാണ് നമ്മളിപ്പോ. യെസ്, സിഐഡികൾക്ക് വേണമെങ്കിൽ ആരെയും എപ്പോഴും കൊല്ലാം. അതുകൊണ്ട് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് വാങ്ങിച്ച പൈസ തിരിച്ചാ. ജീവന് കൊതിയുണ്ട്, പക്ഷെ പൈസ ഇല്ല. ഇതെന്താണ് തന്റെ കയ്യില്? അത് മുറുക്കാൻ പോലെയാണ്. കാണട്ടെ. മുറുക്കാൻ പുതിയല്ലേ? അതെ. പൊന്നു കുട്ടികളെ പൈസ കൂട്ടുന്നാലും മറ്റൊരു കുടുംബം. നമ്പ്യാരെ, നിങ്ങൾ? ഞാൻ കായലിൽ ചാടി. പ്രഭാകര, ഞാൻ പറയാൻ പോകുന്ന സത്യം കേട്ട് നീ ഞെട്ടരുത് എന്ന് ഞാൻ പറയുന്നില്ല, നീ ഞെട്ടും. എന്നെ വകവരുത്തിയ അതേ സിഐഡികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നിന്റെ ഒരു കഞ്ചാവ് ലോറി പിടിക്കുന്നത് നീ പറഞ്ഞില്ലേ? അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. നിന്റെ കഞ്ചാവ് ലോറി മാത്രമല്ല, നിന്നെ അവർ നാമാവശേഷമാക്കും. ആ സിഐഡികളെ നീ കണ്ടോ? കണ്ടു. ഉരുവിൽ കയറുന്ന തൊട്ട് മുമ്പ് ഞാൻ അവരെ കണ്ടു. ഉടനെ എടുത്ത് കായലിൽ ചാടുകയും ചെയ്തു. മദ്രാസിൽ കണ്ട അതേ രണ്ട് മലയാളി സിഐഡികൾ. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. എന്നിട്ട് എന്താ നേരെ ഇങ്ങോട്ട് പോകുന്നത്? ആഹാ, നീയും കായലിൽ ചാടിയോ? ചാടാതെ നിവർത്തി ഉണ്ടായിരുന്നില്ല. കുഞ്ഞീഷ്ണ, ഈ കുരിശന്റെ തലയിൽ നിന്നെടുത്ത് മാറ്റിത്ത, എന്നാൽ എനിക്കൊരു മനസമാധാനം ഉണ്ടാവും. നിന്നെ പോലെ സ്നേഹമില്ലാത്തവനല്ല പ്രഭാകര ഞാൻ അകത്തായാലും നീ രക്ഷപ്പെടണം. നിന്റെ ഈ വീടിന് ചുറ്റും സിഐഡികളെ താവളം ഉറപ്പിച്ചിട്ടുള്ള കാര്യം ഉറപ്പാ. നീ വളരെ വളരെ സൂക്ഷിക്കണം. എന്റെ കാര്യം എന്തെങ്കിലും ആകട്ടെ, എന്റെ പൊന്നു കുഞ്ഞീഷ്ണ, ഇയാളെ വല്ല ചാക്കിലും കെട്ടി എവിടെയെങ്കിലും ഒന്ന് നാട് കടത്തി തരാമോ? കൊപ്ര ഇറക്കാൻ വരുന്ന ഏതെങ്കിലും ലോറിയില്. അത് മതി. ഞാൻ പോകാം പ്രഭാകര, പക്ഷെ ഇനി കൊപ്രാക്കളത്തിലേക്ക് എനിക്ക് ധൈര്യം ഇല്ലാത്തോണ്ടാ. ഈ വീട്ടിന്റെ പടിക്കകത്ത് എനിക്ക് കയറി പോരുത്. വിജയവാഡയിലെ കാസിനോ ഹോട്ടലിൽ വെച്ച്. ഓ, ഇതുപോലുള്ള എത്രയോ നിവേദനങ്ങള് നേരത്തെ കൊടുത്തിട്ടുള്ളതാ. ശരിയായിരിക്കാം, പക്ഷെ ശോഭയ്ക്കറിയോ, കഞ്ചാവ് ലോറി പിടിച്ചേ പിന്നെ എനിക്ക് ഊക്കം പേരാ. കൊലപാതകം തെളിയിക്കണമെങ്കിൽ ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റൂ എന്ന് മിനിസ്റ്ററോട് ഞാൻ തീർത്തു പറഞ്ഞു. ഒന്ന് ശ്രമിച്ചു നോക്കുന്നുണ്ടെന്താ? ഇതിലൊരു ഒപ്പിട്ടെ. ബാക്കിയൊന്നും ശോഭ അറിയുകയും വേണ്ട, അന്വേഷിക്കുകയും വേണ്ട. വന്നേ. മുതലാളി, കൊപ്ര ഇറക്കി കഴിഞ്ഞു. ഡ്രൈവർ പോകാൻ റെഡിയായി. ഞാൻ നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അതൊന്നും സാരമില്ല അനന്ത. മംഗലാപുരത്തെത്തിയോ നീ രക്ഷപ്പെട്ടു. ദേവഗൌഡ കള്ള പാസ്പോർട്ടിന്റെ ആശാന. ഞാൻ നിനക്ക് കുറെ രൂപയുടെ നഷ്ടവും വരുത്തി. വിജയവാഡയിലെ കാസിനോ ഹോട്ടലിൽ വെച്ച്. ഓ, ഒന്ന് വേഗം പുറപ്പെടാൻ നോക്ക്. ഈ ലോറി ഡ്രൈവർ മലയാളിയാണോ? അതെ, മലയാളിയാ. ഒന്നും പേടിക്കാനില്ല. ഞാൻ ജയിലിൽ ചാടിയ കാര്യം അതൊന്നും പറഞ്ഞിട്ടില്ല അനന്ത. ഞാനവിടെ ചെന്ന ഉടനെ കത്തയക്കാം. ആ, കത്തൊന്നും അയക്കണ്ട, അത് അപകടമാ. വാ, വേഗം പോകാൻ നോക്ക്. എന്താടോ, എന്തു പറ്റി?
സിഐഡി ചാരൻ. ആരാ സ്വീകരിച്ചാரு? ആ ഡ്രൈവർ ബാലൻ. അവൻ ഡ്രൈവറല്ല, സിഐഡിമാരുടെ ചാരനാ. എനിക്ക് വളരെ നേരത്തെ അറിയാം. അവൻ കൊപ്രയിറക്കാൻ വന്നല്ല, നിന്നെ ഒറ്റിക്കൊടുക്കാൻ വന്നാ. പ്രഭാകരൻ, നീ എന്നെ വിശ്വസിക്കേ. മദ്രാസ് ടാക്സി ഡ്രൈവറായിട്ടായിരുന്നു അവന്റെ നടപ്പ്. അവന്റെ സഹായത്തോടെയാ ആ സിഐഡികൾ എന്നെ വലയിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ അവൻ ഇവിടം വിട്ട് പോവില്ല. കുഞ്ഞീഷ്ണ, എന്താടാ നിങ്ങൾക്ക് അമ്മയും പെങ്ങളൊന്നും കാണണ്ടേ? ഇറങ്ങടാ, ഇറങ്ങടാ. എന്തിന്? എന്റെ അമ്മോ. നിർത്ത്. എന്തിനാ എന്നിട്ട് ഇന്ന് തല്ലണേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? തടി മിടുക്കുന്ന വെച്ചിട്ട് എന്ത് തോന്നിവാസം കാണിക്കേ? ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കിട്ടുന്നുണ്ടല്ലോ. എവിടെയാ നിന്റെ സിഐഡികൾ? ഏത് അപ്പൊ കാറിനകത്തിരിക്കാൻ സ്ഥലല്ലേ? നിങ്ങളാരും വരുന്നില്ലേ? ആ എന്താടാ ബാല, നിനക്കെന്നെ മനസ്സിലായോ? എനിക്ക് ആരും മനസ്സിലായില്ല സ്വാമി. സാമിയോ? നമ്പ്യാർ സാറോ? എന്നാ മരകുത്തിയ പോലെ തലയിൽ ചുമന്ന കെട്ട്? പട്ടി ദ്രോഹി, നീ കാരണം ഞാനിന്നൊരു ഗതികിട്ട പ്രേതമായിട്ട് അലയുകയാണ്. പണ്ടൊരു കാർ ആക്സിഡന്റ് പെട്ട് മരിച്ചു പോകാരുന്ന എന്നെ നീ ആശുപത്രിയിലെത്തി ജീവിപ്പിച്ചു. അതിന് നീ എന്നോട് ചോദിച്ച വില വളരെ വളരെ കൂടുതലായിരുന്നു. വളരെ സമാധാനമായിട്ട് കള്ളക്കടത്ത് നിർത്തിക്കൊണ്ടിരുന്ന എന്നെ നീ തറ പറ്റിച്ചു. എന്തൊക്കെയാ നമ്പ്യാർ സാറേ ഈ പറയണേ? എന്ത് കുറ്റം ചെയ്തിട്ടാ എന്നിട്ട് ഇങ്ങനെ തല്ലിച്ചറക്കണേ? ഒന്നും അറിയില്ലല്ലേ? പണ്ട് മദ്രാസിൽ എന്റെ ഓഫീസിൽ ആ സിഐഡികളെ കൊണ്ടുവന്ന നീ ആയിരുന്നില്ലേ? സിഐഡികളോ? അവർക്ക് ജോലി കൊടുക്കണമെന്ന് പറഞ്ഞ് എന്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ നീ കൂട്ടുന്നില്ലേ? സത്യം പറ, നീ ഒരു സിഐഡി ചാരനല്ലേ? സിഐഡി ചാരനോ? എന്റെ നമ്പ്യാർ സാറേ, തവണ അടയ്ക്കാൻ പറ്റാതെ എന്റെ ടാക്സി കാർ മാർവാടികൾ കൊണ്ടുപോയപ്പോ കണ്ടവന്റെ കൈയും കാലും പിടിച്ച ഇന്റർസ്റ്റേറ്റ് ലോറിയിൽ ഈ പണി ഒപ്പിച്ചത്. തമ്പി സാറിന്റെ കളത്തില് ലോഡ് ഇറക്കാൻ വരുന്നത് ഇത് 7ാമത്തെ തവണയാണ്. ഒന്നും പറയണ്ട, മുള്ളെടുക്കാൻ മുള്ളു തന്നെയാണ് നല്ലത്. മദ്രാസ് നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. അവരെ നിനക്ക് ജീവനോടെ കാണണമെന്നുണ്ടോ? എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും 24 മണിക്കൂർ സമയം തരുന്നു. നിന്റെ ആ സിഐഡി പരീക്ഷകളെ 2 നീ തന്നെ ഇവിടെ വെച്ച് കൊള്ളണം. സിഐഡികളാണോ കുടുംബമാണോ വേണ്ടതെന്ന് തീരുമാനിച്ചോ? ഏത് സിഐഡികളെ പറ്റി സാറ് പറയണേ? സിഐഡി ദാസനും വിജയനും നീ അറിയില്ലല്ലേ? ആ തെണ്ടികളോ? അവരിവിടെയും വന്നോ? അപ്പോ വെറുതെ അല്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടണേ. റാസ്കൽ, സത്യമായിട്ടും എനിക്കൊന്നും അറിഞ്ഞൂടാ സാറേ. അറിയില്ലെങ്കിൽ പറഞ്ഞുതരാടാ. ഞങ്ങൾക്ക് അവരെ കൊല്ലാൻ കഴിഞ്ഞില്ല. നീ ആവുമ്പോ അവരെ സംശയിക്കില്ലല്ലോ. ആലോചിക്കാൻ സമയമില്ല. എന്ത് പറയുന്നു? എന്റെ കുഞ്ഞുങ്ങള്. ആ വിചാരം ഉണ്ടെങ്കിൽ ആ പിടിക്ക്. 2 വെടിയുണ്ടാ. എന്റെ പൊന്നു മോൻ മുനിച്ചാമി, മോളെ കണ്ണകി, ഉങ്ക അപ്പാവുക്ക് இந்த ഗതി വന്നിടിച്ചുവല്ലോ. താമു, ഇതാണ് ഞങ്ങളുടെ എല്ലാമായ ബാലേട്ടൻ. മദ്രാശിയെ വെച്ച് ഞങ്ങളുടെ പട്ടിണി മാറ്റിയ, ഞങ്ങൾക്ക് ജോലി വാങ്ങി തന്ന ബാലേട്ടൻ. സാറ് ഒന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇയാളെ കൊന്നേനെ. ബാലേട്ടാ, ഈ വീട്ടിൽ ഞങ്ങൾ സദാ ജാഗരൂകരാണ്. 1-2 ആക്രമണങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയ ഒരു സംവിധാനമാണിത്. സിഐഡികളായത് പിന്നെ ഞങ്ങൾക്ക് ബാലേട്ടനെ കാണാൻ ഒത്തില്ല. ട്രെയിനിങ് കഴിയുന്നതിന് മുമ്പ് ഒരു കേസ് അന്വേഷണത്തിന് വേണ്ടി ഇങ്ങോട്ട് പോരേണ്ടി വന്നു. താമു, ചായ കൊണ്ടുവാ. ഞങ്ങൾ എല്ലാ വിജയത്തിന്റെ ആണിക്കല്ല് ബാലേട്ടനാ. ആ ബാലേട്ടന്റെ ആണിക്കല്ല് ഇളകിയിരിക്കുക. ആരിളക്കി? എങ്ങനെ ഇളക്കി? അതങ്ങനെ ഇളക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളത് ഉറപ്പിച്ചു തരും. ഇന്ന് കാണുന്നവനെ നാളെ കാണില്ല. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. എന്ന് വെച്ചാൽ വട്ടായി പോയെന്ന് തോന്നുന്നു. ബാലേട്ടന്റെ മാനസികാവസ്ഥയ്ക്ക് എന്തോ പ്രശ്നമുണ്ടോ? അത് തന്നെയാ വേറൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞത്, ഭ്രാന്താണെന്ന്.
ദാസാ ഈ ചെക്കൻ എനിക്ക് നേരത്തെ ഇഷ്ടമല്ലാട്ടോ. ബാലേട്ടൻ പോയി കുളിക്കേ, എന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. വേണ്ട, ഞാൻ കയ്യിൽ വെച്ചോളാം. വേണ്ട, വിട്ടോ, ഞാൻ കയ്യിൽ വെച്ചോളാം. വേണ്ട. എന്താ അതിനകത്ത് ബോംബോ തോക്കോ വല്ലതും ഉണ്ടോ? വിജയ്, ബാലേട്ടൻ പോയി കുളിക്കേ. കുളിക്കുന്നത് നെല്ലിക്ക വെള്ളത്തിലാവുന്നതാണ് ഒന്നുകൂടെ നല്ലത്. എന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരാൾ കുളിച്ചു